നമസ്കാരം. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താവായിട്ടുള്ള ചുമതല വഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലേക്ക് ആര് വരുന്നു എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമേ അല്ല. ഈ വിഷയത്തിൽ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തോ രാഷ്ട്രീയ ബജറംഗദളോ പ്രതികരിക്കേണ്ട ആവശ്യകതയുമില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖറുടെ രംഗപ്രവേശനം മുതൽ ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ചില വ്യക്തികൾ വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ധാർമ്മികമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലൈവിലൂടെ ഈ വിഷയം പരാമർശിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് പങ്കെടുത്ത ഒരു പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് താല്പര്യമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സംഘടനയുടെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന നവമാധ്യമങ്ങളിലൂടെ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പറഞ്ഞിട്ട് പുതിയ ഒരു സംഘടന സ്വന്തമായിട്ട് രൂപീകരിച്ച് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രവർത്തനം എത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പല ആവർത്തി പല വേളകളിൽ അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് നിന്ന് സംഘടനയുടെ ASP എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനത്തിന്റെ പല ചർച്ചകളിലും പല ബൈഠക്കുകളിലും പങ്കെടുത്ത സമയത്ത് ഈ വ്യക്തി ആവർത്തിച്ചു പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്ക് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് യാതൊരു താല്പര്യവുമില്ല, എനിക്കെന്നും ധാർമ്മികമായിട്ടുള്ള ഹൈന്ദവ സംഘടനാ പ്രവർത്തനം ചെയ്തു മുന്നോട്ട് പോകുന്നതിനാണ് എനിക്ക് താല്പര്യമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് അത്തരത്തിലൊരു അജണ്ടയിലാണ് എൻ്റെ ജീവിതം ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ വ്യക്തി അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വഞ്ചനാത്മകമായിട്ടുള്ള പ്രവർത്തനം എന്താണ് എന്ന് ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഓരോ വ്യക്തിക്കും അറിവുള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഈ വ്യക്തി സംഘടന വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ സംഘടനയിൽ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറി എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ ഹിന്ദുസ്ഥാൻ നിർമ്മാൺ ദള എന്ന് പറയുന്ന സംഘടന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ നിശ്ചയിച്ച് വിമാന ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് അയച്ച വ്യക്തി ഇദ്ദേഹമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് ഇന്ന് നിലനിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന തെളിവുകൾ വരെയുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിശ്വനാഥൻ എന്ന് പറയുന്ന ഇന്നത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താവായിട്ടുള്ള വ്യക്തി ഹിന്ദുസ്ഥാൻ നിർമ്മാൺ ദള എന്ന് പറയുന്ന സംഘടനയുടെ ഇനാഗുലേഷൻ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അദ്ദേഹത്തെ അയച്ചത് ഈ പറയുന്ന വ്യക്തി തന്നെയായിരുന്നു, നിശ്ചയിച്ചത് ഈ പറയുന്ന വ്യക്തി തന്നെയായിരുന്നു. ഒരു മൊബൈൽ നമ്പർ വച്ചിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യിപ്പിച്ച് ഹിന്ദുസ്ഥാൻ നിർമ്മാൺ ദളിലേക്ക് ആളുകളെ ചേർക്കുവാൻ വേണ്ടിയിട്ട്, മെമ്പർഷിപ്പ് ചേർക്കുവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുവാൻ വേണ്ടിയിട്ടും തയ്യാറായത് ഈ പറയുന്ന വ്യക്തി തന്നെയായിരുന്നു. ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുവാൻ, രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിക്കുവാൻ, രാഷ്ട്രീയ മേഖലയിൽ ഇടപെടുവാൻ വേണ്ടിയിട്ട് യാതൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഹിന്ദുത്വ പ്രവർത്തനമാണ് എന്റെ അജണ്ട എന്ന് പ്രഖ്യാപിച്ച ആള് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ നോമിനേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ നോമിനേഷനെ RSSന്റെ നേതൃത്വം എതിർക്കുന്നു, ഇത്തരത്തിലൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വരുന്നു. ഈ വാർത്തകൾ തെറ്റായാലും ശരിയായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരെ എടുത്തു വച്ചാലും, ഏതു വേസ്റ്റിനെ പ്രതിഷ്ഠിച്ചാലും അതിൽ അഭിപ്രായം പറയേണ്ട ബാധ്യത അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിനോ ആ സംഘടനയുടെ കാര്യകർത്താവെന്നുള്ള നിലയ്ക്കോ ഒരു വ്യക്തിക്കുമില്ല. പക്ഷേ എന്നാലും
ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സമാജ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നാം പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സാമാന്യ മര്യാദ, ഒരു ധാർമ്മികത, ആ ധാർമ്മികതയെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമാജത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഇരുന്നു കൊണ്ട് ഒരാൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിൽ എത്രത്തോളം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടുള്ള മാറ്റങ്ങൾ അയാളുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പുറത്തു പറയാതിരുന്നാൽ ഈ ചതിക്ക് കൂട്ടുനിൽക്കുന്നതിനൊപ്പമായിട്ട് നമ്മളുടെ പ്രവർത്തനവും വിലയിരുത്തപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഏതോ നൂലിൽ കെട്ടി ഇത്തരത്തിലുള്ള വിവാദ പുരുഷന്മാരെ പ്രതിഷ്ഠിച്ച് BJP വളർത്തുവാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ശ്രമിച്ചാലും ഇത് ആസനത്തിലെ അഗ്നിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താവാക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരുപക്ഷെ കാര്യകർത്താക്കളുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സമാജ വഞ്ചകരുടെ പിന്നാലെ ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നൂലിൽ കെട്ടി ഇറക്കിയ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഘടന സമൂഹത്തിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഏതെങ്കിലുമൊക്കെ പ്രവർത്തകരുണ്ടെങ്കിൽ ആ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് വിരാമം കുറിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ വിഷയത്തെ വഴിവെക്കും എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളൊരു ദിവസം മറനീക്കി പുറത്തു വരും. കാരണം ഈ വ്യക്തിയുമായിട്ട് കുറച്ചു നാളെങ്കിലും പരിചയപ്പെടുവാനും അടുത്ത് മനസ്സിലാക്കുവാനും ഈ വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമൂഹത്തിന്റെ വഞ്ചന എത്രത്തോളം കാഠിന്യമുള്ളതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുള്ള ഒരു സമാജ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പൊതു പ്ലാറ്റ്ഫോമിൽ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. തികഞ്ഞ ഒരു പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലുമായിട്ട് നാളിതുവരെ യാതൊരുവിധ സത്യസന്ധതയും യാതൊരുവിധ ആത്മാർത്ഥതയും പുലർത്താത്ത വ്യക്തിയാണ് ഇത്തരത്തിൽ നൂലിൽ കെട്ടി പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ച ഈ വിദ്വാൻ, ഈ മഹത് വ്യക്തി, ഇദ്ദേഹം തന്നെയായിരുന്നു HND എന്ന് പറയുന്ന സംഘടനയുടെ നാമനിർദ്ദേശം പോലും ചെയ്തത്, ഈ സംഘടനയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചത്, ഈ സംഘടനയെ BJPയെ ശിഥിലീകരിച്ച് BJPയിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ നിർമ്മാൺ ദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വളർത്തിയെടുക്കണമെന്ന് പറഞ്ഞത്, പ്രചരിപ്പിച്ചത് ഈ പറയുന്ന വ്യക്തി തന്നെയായിരുന്നു എന്നുള്ളത് നിസ്സംശയം ഇതിനകത്ത് നിൽക്കുന്ന സർവ്വ വ്യക്തികൾക്കും തിരിച്ചറിവുള്ളതാണ്. ആലപ്പുഴയിൽ ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചുമതല വഹിക്കുന്ന വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു കാര്യകർത്താവുണ്ട്. അദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ള നല്ലൊരു കാര്യകർത്താവ് തന്നെയാണ്, നല്ലൊരു സമാജ പ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹത്തെ HND എന്ന് പറയുന്ന സംഘടനയുടെ ഔദ്യോഗിക കാര്യകർത്താവായിട്ട് കേരളത്തിൽ നിന്ന് ഔദ്യോഗിക പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് വിമാന ടിക്കറ്റ് നൽകി അദ്ദേഹത്തെ ഡൽഹിയിലെത്തിച്ച് HND എന്ന് പറയുന്ന സംഘടനയുടെ ഇനാഗുറേഷൻ പരിപാടിയിൽ വേദിയിൽ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഈ ചതിയന്റെ കൂടെ അദ്ദേഹം കൂടെ ഇരുത്തി പങ്കെടുപ്പിച്ചിട്ട് ഇത്തരത്തിൽ ഇന്ന് BJPയുടെ ചുമതലയിലേക്ക് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിറം മാറുന്ന അവസരോചിതമായിട്ട് ഒരിക്കൽ പറഞ്ഞത് മാറ്റി മാറ്റി പറയുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നാല്, ഇതിനെതിരെ നിശബ്ദനായിട്ടിരുന്നാല് അത് ഒരു ആത്മാർത്ഥതയുള്ള എന്നെ പോലൊരു കാര്യകർത്താവിന് യോജിച്ചതല്ല, ചേർന്നതല്ല എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. ഇത് ഞാൻ 2018 മുതൽ ഈ സംഘടനയിലേക്ക് പ്രവർത്തനത്തിൽ വന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ സമയം മുതൽ ഈ പ്രവർത്തനവുമായിട്ട് ഒരുമിച്ച് പോയപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പലതും നമ്മൾ മനസ്സിൽ വയ്ക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴി തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴും
ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രചരണം അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന, ഒരു പ്രതികരണം ഒരു അച്ചടക്കമുള്ള പ്രവർത്തകന് യോജിച്ചതല്ല, ചേർന്നതല്ല എന്നുള്ളത് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് പല അവസരത്തിലും നമ്മൾ പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുകയും അതിനുള്ള ചർച്ചകൾ വാർത്തകളിലൂടെ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇത് സമൂഹത്തിനോടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അത് കൃത്യമായിട്ട് നാം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അത് ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന എന്നതിലുപരി ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു സമാജ പ്രവർത്തകൻ, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സമാജ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ വിഷയത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ലൈവിലൂടെ ഈ വിഷയം ഈ സമയത്ത് പറയുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയോട് ഒരു വലിയ വിഭാഗം ജനത, ഒരു വലിയ സമൂഹം വളരെയധികം വിശ്വാസം വെച്ചു പുലർത്തുന്നു, അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. കാരണം ഈ സംഘടനയിലൂടെ കേരളത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്, വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് വലിയൊരു ജനത നിലനിൽക്കുന്നു. ആ മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന നേതൃത്വം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരളത്തിന്റെ പൊതുസമൂഹം. ആ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കാണ് ഇത്തരത്തിൽ നികൃഷ്ടമായിട്ടുള്ള, നീചമായിട്ടുള്ള നിലപാടുള്ള ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പൊതുസമൂഹത്തെ ലഭ്യരാക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകളെ ചുമതലയിലേക്ക്, ഉത്തരവാദിത്വങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നിലവിലുള്ള പ്രവർത്തകരുടെ ആസനത്തിലെ അഗ്നിയായിട്ട് ഈ തീരുമാനങ്ങൾ മാറും. ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ, ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത തരത്തിൽ വഴിമുട്ടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നത്. ജഗദീശ്വരൻ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് നേർബുദ്ധി നൽകുവാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ. നന്ദി, നമസ്തേ.